സംശയമില്ല, എനിക്ക് നിങ്ങൾ എല്ലാവരും മുഖം കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ഹാപ്പി ആയിരുന്നു അല്ലേ? എല്ലാവരും ആഘോഷം നമ്മുടെ ബീച്ച് ഫെസ്റ്റിവല്. എന്നാലും ആദ്യമായിട്ടാണ് നമ്മുടെ അഴീക്കോട് മുസിരീസ് ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരു വേദിയിൽ വരുന്നത്. അതിന് കാരണക്കാരനായ നമ്മുടെ സിദ്ദിഖയ്ക്ക് വലിയൊരു കൈയടി കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിനി കുറച്ച് നേരത്തേക്ക് നിങ്ങളെല്ലാവരെയും ഒന്ന് മിമിക്രിയൊക്കെ കാണിച്ച് ഒന്ന് ഹാപ്പിയാക്കുക, ചിരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. എൻ്റെ പരിപാടിയൊക്കെ കാണാറുണ്ടോ ചേച്ചി? കാണാറുണ്ടോ? ടി വിയിൽ കണ്ടിട്ടുണ്ടല്ലേ? കോമഡീസ് എന്ന വേദിയിലൂടെയാണ് എന്നെ പോലുള്ള ഒരുപാട് മിമിക്രിക്കാർക്ക് ഒരു വേദി ഒരുക്കി തന്നത്. പിന്നെ ഇങ്ങനെ പോകുന്ന യാത്രയിൽ ഒരു ചെറിയൊരു ഇതുണ്ടായി. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി. ആ ആക്സിഡൻറ്റിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ എല്ലാവരുടെയും സുധിച്ചേട്ടൻ മരണപ്പെടുകയുണ്ടായി. ആ ആക്സിഡൻറ്റിൽ എനിക്ക് മുഖത്ത് കുറേ പരിക്കുകളൊക്കെ പറ്റി. അപ്പോഴൊക്കെ തളർന്നു പോകേണ്ട സാഹചര്യത്തിൽ പോലും എനിക്ക് ഒരു കരുത്തായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഓരോ മെസ്സേജും കോളുകളുമാണ്. ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ച് ഈ വേദിയിലേക്ക് തിരിച്ച് എത്താൻ സാധിക്കില്ല. എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി മുമ്പത്തെ ആരോഗ്യസ്ഥിതിനേക്കാളും മെച്ചമാണ്. എങ്കിലും ആ പഴയ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. കാരണം അത് മുഖത്ത് കൂടുതലായിട്ട് എല്ലുകളൊക്കെ പൊട്ടിപ്പോയതുകൊണ്ടും ഇവിടെയൊക്കെ മുഖത്ത് സ്റ്റീലൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മൈക്ക് പിടിച്ച് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഐറ്റം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ കയറി വന്നപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ കയ്യടി കിട്ടിയില്ലേ? ആ കയ്യടി കിട്ടുമ്പോണ്ടല്ലോ നമ്മൾ അതൊക്കെ മറന്നുപോകും. കാരണം ആ കയ്യടികളാണ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം നല്ലൊരു കയ്യടി ഇങ്ങ് തരാം എല്ലാവർക്കും. ഇപ്പം കയ്യടി അല്ലാട്ടോ മെയിനായിട്ടുള്ള പ്രോത്സാഹനം, കൂവലാണ്. എല്ലാവരും നന്നായിട്ടൊന്ന് കൂവിക്കേ, ഒന്നും കൂടെ നല്ലോട്ടെ. ഇതാണ് നമ്മുടെ അഴീക്കോടിന്റെ കരുത്തെന്ന് പറയുന്നത് അല്ലേ? നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാവരും കൂവി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി സംസാരിച്ച സമയം കളയണ്ട. ചേച്ചിമാരെ, നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം അല്ലേ? പരിപാടി തുടങ്ങാം. നിങ്ങളെല്ലാവരും ആദ്യം ഞാൻ ആരുടെ ശബ്ദം അനുകരിക്കണമെന്ന് ഞാനിപ്പോൾ ആകെ ഭയങ്കര സംശയം. ആരുടെ ശബ്ദം അനുകരിക്കണം? ഞാൻ ഫ്രണ്ടിൽ കിടന്ന ചേട്ടൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ചേട്ടാ, ആരുടെ ശബ്ദം ആദ്യം ഞാൻ അനുകരിക്കേണ്ടത്? ആ ചേട്ടൻ പറയുന്നു പിണറായി വിജയനെയാണ് ആദ്യമായിട്ട് അനുകരിക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് അനുകരിക്കേണ്ടതെന്നാണ് ഫ്രണ്ടിലുള്ള ചേട്ടൻ പറഞ്ഞത്. നമ്മുടെ കോട്ടയം നസീർക്ക് ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിൽ മഹേഷ് കുഞ്ഞുവിന് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചപ്പോഴാണ് കൂടുതൽ പേര് എന്നെ അറിയാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ അഴീക്കോട് മുസിരീസ് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നമ്മുടെ പിണറായി വിജയൻ സാറ് നിങ്ങളെല്ലാവരെയും കാണാൻ വരുന്നു, നിങ്ങളോട് സംസാരിക്കാൻ വരുന്നു. എങ്ങനെയായിരിക്കും സംസാരിക്കാന്നുള്ളത് നമുക്ക് കണ്ടു നോക്കിയാലോ? അദ്ദേഹം വന്നിട്ട് കൈയടിച്ചാൽ മതി. കാരണം ഇപ്പൊ കൈയടിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കമന്റുകളൊക്കെ പറയും അല്ലേ? അദ്ദേഹത്തിന്റെ ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ? അത് കടന്നു വരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇപ്പോഴല്ല ഈ പാട്ടുകളുടെ ഓക്കെ. അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തേ. ആരാ വരാൻ പോകുന്നത്? പിണറായി വിജയൻ.
എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ അഴീക്കോട് മുസ്ലിംസ് ആരാധന ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ആഘോഷ പരിപാടികളെന്ന് പറഞ്ഞാൽ ആവേശമാണ് കാണുന്നത്. പക്ഷേ ഞാനിപ്പോൾ കാണുന്നത് ഒരു മരണ വീട്ടിലെ നിശബ്ദതയാണ്. ആ നിശബ്ദതയുടെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി ഒന്ന് സംസാരിക്കുന്ന നേരത്താണ് ഇങ്ങനെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു മൈൻഡെങ്കിലും ചെയ്യുക. ഫ്രണ്ടിൽ പോയി തന്നെ ഇരുന്നു. ഞങ്ങള് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് അല്ലേ? എന്തായാലും നിങ്ങളുടെ ഈ പരിപാടിയുടെ ഭാഗമായി വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാൾക്കുകളിടയിലൂടെയാണ് നടന്നു വന്നിട്ടുള്ളത്. ഈ കൈ ശുദ്ധമെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ട് ആർക്കും അത് തകർക്കാൻ കഴിയില്ല. എന്തായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് മറ്റൊരാളും കൂടെ വന്നതിനാണല്ലോ അതിന് ഒരു പൂർണ്ണത. അടുത്ത ആള് നടക്കുന്നു. അല്ല, ഇത് 1 വേ ആണോ 2 വേ ആണോ ആദ്യം? 1 വേ ആണോ? അങ്ങോട്ട് മാത്രമേ പ്രവേശനമുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് എൻ്റെ മറ്റൊരു ആളെയും കൂടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്വീകരണം എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം. अलीकोट मेरा जजमेंट है। मैं पहली बार आए हैं हियर। എനിക്ക് തോന്നി മോദിജിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ്. കാരണം ഞാൻ വന്നപ്പോൾ ഒരു മരണം പോകുന്നത്. പക്ഷെ അതിപ്പോ മോദിജി വന്നല്ലോ. എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരല്ലേ അല്ലേ? അല്ലേ? ഞങ്ങൾ ഒരു പാട്ട് പാട്ടെ ഇങ്ങോട്ട് പോണ്ട് ബേട്ടാ. ആദ്യം ഒരു ഇവിടെ പോലീസുകളുണ്ടെങ്കിൽ ഈ വഴി നടന്നു നിർത്തുക. ഇതൊക്കെ പിടിക്കുന്നില്ല. അല്ലെ, അങ്ങോട്ട് നടന്നു പോകുന്നതിന് കുഴപ്പമില്ല. മുഖ്യമന്ത്രി ഒന്ന് മൈൻഡ് ചെയ്യുക. നിങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മുഖ്യമന്ത്രിയെ കണ്ടാൽ ഒരു മൈൻഡ് ചെയ്യുക, ഒരു അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് ഒരു മര്യാദയില്ല. കുട്ടികളല്ലേ ബിട്ടായ്, അവരെ വെറുതെ വിട്ടേക്കോ. എന്നാൽ നമുക്കൊരു പാട്ട് പാടാം ബിട്ടായ്. ഇതാണ് ഏറ്റവും വലിയ അവസ്ഥ. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്കിലും പാട്ട് പാടുകയാണ്. ആ പാട്ട് പാടാൻ നേരത്ത് ആരെങ്കിലും കൈയടിച്ചില്ലെങ്കിൽ കണ്ടു കർശനമായ നടപടി എടുക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ച് നന്നായിട്ടൊന്ന് കൂടിക്കേ. ശരി, ലെവല് കൂടെ കൂട്ടി. എല്ലാവരും കൈയടിക്കേ.
കേട്ടത് ശരിയാ കാടടക്കി വരണ കൊമ്പര തളച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിലെ പെരിയാൾ നീ കേട്ടത് ശരിയാ കാലം മാറിടും നേരിൽ പാതകൾ ശരിയാ ശരിയല്ലേ നാഷണൽ ഹൈവേ ആണെന്നുണ്ട് ശരിയാ നീ കേട്ടത് ശരിയാ കാടലക്ക് വരണ കൊമ്പന തളച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിൽ പെരിയാൾ നീ കേട്ടത് ശരിയാ കാലം മാറിന് നേരിൻ പാതകൾ ശരിയാ ശരിയല്ലേ ശരിയല്ലേ ശരി പട്ടിക്കുട്ടി പട്ടിയിലൊക്കെ ശരി വരേന്നെ 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 ശക്തമായ എട്ടിയ സ്വന്തം വരേന്നെ കണക്കിനെ പറഞ്ഞിട്ട് കരണ്ട മതിച്ചാലും മതിച്ചാലും തീരുമാനമല്ല പറ്റി പറ്റി കളിച്ചാലും വീക്ഷണത്തിൽ വിജയമെന്ന് ഒരെണ്ണത്തിന്റെ പറഞ്ഞിട്ട് കരുത പതിച്ചാലും പതിച്ചാലും തീരുമാനമുണ്ട് ഒരെണ്ണത്തിൽ കളി പറ്റി കളിച്ചാലും വീക്ഷണത്തിൽ വിജയമെന്ന് കൂട്ടരാ നീ നെടും ലൈറ്റ് കളി പല പണ്ട കളിച്ചത് പാടുന്നതാ ശരിയാ നീ കേട്ടത് ശരിയാ കാടലക്കി വരണ കൊമ്പന കളിച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തോട്ട് പറഞ്ഞത് ശരിയാ നീ കേട്ടത് ശരിയാ കാലം മാറിന് നേരിൻ കാലകൾ ശരിയാ അപ്പൊ എല്ലാവർക്കും എതിരെ സ്നേഹവിവാഹനങ്ങൾ നേർന്നുകൊണ്ട് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ അവസാനിച്ചു. പക്ഷേ ഈ കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചോളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഫലപ്രഖ്യാപനം ഇപ്പോഴേ ഈ മുഖ്യമന്ത്രി പറയുകയാണ്, LDF വരും, എല്ലാം ശരിയാകും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു. ആ സൈഡിലുള്ള ചേച്ചിമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അതോടെ കൈ അടിക്കാതെ. എങ്ങനെയുണ്ടായിരുന്നു പിണറായി വിജയൻ സാറും മോദിജിയൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഇവരെ വിറ്റ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എല്ലാ ദിവസവും പിണറായി സാറ് തുമ്മുന്നുണ്ടെന്നോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ ഞാനിങ്ങനെ അനുകരിച്ച് അപ്പോൾ ആള് വിചാരിക്കുന്നുണ്ട്, ആ മഹേഷ് കുഞ്ഞോൻ എന്നെ അനുകരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും അദ്ദേഹത്തെ നേരിട്ട് പ്രസംഗങ്ങളൊക്കെ കാണാൻ പറ്റി. ഒന്ന് നേരിട്ട് അദ്ദേഹത്തിന് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഭാഗ്യമായിട്ട് ഭാവിയിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? ഒരു തമാശ രൂപേണ അവതരിപ്പിച്ചതാണ്. ഒരിക്കലും അദ്ദേഹം പാട്ടൊന്നും പാടില്ല. നമ്മൾ ആ രീതിയിലൊന്നും അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു കൈയടി വന്നിട്ട് നമുക്കങ്ങ് അടുത്ത ഐറ്റത്തിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പിണറായി സാറിൻ്റെയും മോദിജിയിലൊക്കെ പാട്ട് ആസ്വദിച്ചു. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് ചേച്ചിമാരും ചേച്ചിമാരൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് സീരിയലല്ലേ കണ്ടോണ്ടിരിക്കണേ? ഏഷ്യാനെറ്റിൽ സീരിയലല്ലേ ചേച്ചിമാരെ കണ്ടോണ്ടിരിക്കണേ? സൂര്യ TV, മഴവിൽ മനോരമ, സി കേരളം തുടങ്ങിയ പല ചാനലുകളും ഇപ്പോൾ വൈകുന്നേരങ്ങളും സീരിയലുകളാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സമയത്ത് ഒരു 9 മണി തൊട്ട് അല്ലെങ്കിൽ 9 തൊട്ട് 10:30 വരെ ഏഷ്യാനെറ്റിൽ ഒരു ചാനലിൽ എല്ലാവരും വെച്ചുകൊണ്ടിരുന്നത്, അല്ല ഒരു പരിപാടിയാണ് വെച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ബിഗ് ബോസ്. ബിഗ് ബോസ് എത്ര പേര് കാണുന്നവരുണ്ടായിരുന്നു? നാണിക്കേണ്ട ആവശ്യമില്ല, സത്യസന്ധമായിട്ട് പറയാം. ബിഗ് ബോസ് എത്ര പേര് കാണുന്നുണ്ടായിരുന്നു? കാണുന്നവർ കൈ കൊട്ടിയാൽ മതി, കൈ കൊട്ടി, ആ ശബ്ദം ഒന്ന് എനിക്ക് കേൾക്കാം. അപ്പോൾ ഒരു ഏകദേശം ഒരു 70% പേര് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഈ കയ്യടി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തായാലും നിങ്ങളെല്ലാവരും നമ്മുടെ ലാലേട്ടൻ്റെ ശനി ഞായർ എപ്പിസോഡൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ TV-യിലല്ലേ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അത് ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ലൈവായിട്ട് നമുക്ക് ബിഗ് ബോസിൻ്റെ പരിപാടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ജി, കാണാം നമുക്ക്. അല്ല, കണ്ടസ്റ്റൻസിനൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? അനീഷിനെ അറിയോ? അനുമോളിനെ അറിയോ? നെവിനെ അറിയോ? സാമുവാനെ അറിയോ? എല്ലാവരും അറിയാം. ഇനി പൊളിക്കാൻ നോക്ക്. അപ്പൊ ബിഗ് ബോസിലെ ലാലേട്ടനെ കടന്നു വരുന്നു. പ്ലീസ് ബിഗ് ബോസ് വീഡിയോ പ്ലീസ്.
എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കോപ്രസെൻറ്റഡ് ബൈ JB ലൂക്കർ USA. എന്തായാലും കഴിഞ്ഞ ബിഗ് ബോസ് ഹൗസ് എന്തായാലും നല്ലൊരു ബിഗ് ബോസ് ആയിരുന്നു. എല്ലാവരും നല്ല അടിപിടിയൊക്കെ ഉണ്ടായി. എന്തായാലും വളരെ നല്ലൊരു റേറ്റിംഗ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. എന്തായാലും ബിഗ് ബോസ് എന്ന ഷോ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നല്ല നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെയുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് വിളിക്കാം. അനീഷാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. അനീഷിൻ്റെ അഴീക്കോടുള്ള ആരാധകരുടെ കയ്യടി കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം നല്ല ആരാധകർ നമ്മുടെ അനീഷിനുണ്ട്. അപ്പം അനീഷിനെ വേദിയിലേക്ക് ഇത് മ്യൂട്ട് ചെയ്യാം പ്ലീസ്. അപ്പം നമുക്ക് അനീഷിനെ വിളിക്കാൻ നല്ലൊരു കയ്യടി കൊടുക്കുക. സുപ്രഭാതം സുപ്രഭാതം അഴീക്കോട്. പക്ഷെ സുപ്രഭാതമല്ല, സൂര്യനെ കാണാനില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ ബിഗ് ബോസിൽ ഇത്രയും ദിവസം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വേദിയിൽ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം. അപ്പം എല്ലാവർക്കും എൻ്റെ ഡയലോഗ് അറിയോ? എല്ലാവർക്കും എൻ്റെ ഡയലോഗ് എന്താണ്? എൻ്റെ ഡയലോഗ് ഞാനത് പറയാം, നിങ്ങളത് ഉറക്കി ഇങ്ങോട്ട് തിരിച്ച് പറയോ? പറയോ ചേച്ചി? പറയില്ലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പം ഞാൻ പറയാണ്, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണം ഞാൻ കണ്ടു. ഇതെന്താ പറയാത്തത്? നിങ്ങളെന്റെ ആരാധകരല്ലേ? അപ്പൊ നന്നായിട്ട് പറയല്ലേ വേണ്ടത്. നമ്മുടെ അന്ന് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, സുപ്രഭാതം ബിഗ് ബോസ്. കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ്? കാണുന്നുണ്ടോ ബിഗ് ബോസ്? ബിഗ് ബോസിന് ഇറങ്ങിയ പിന്നെ എല്ലാ വേദിയിലും ഇത് പറഞ്ഞ് ഞാനൊരു പരുവായി. എന്തായാലും നിങ്ങളുടെ വോട്ട് കൊണ്ട് ഞാൻ ജയിച്ചു. ഇനി എന്തായാലും അടുത്ത മത്സരാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. എന്തായാലും നന്നായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനെ സഹായിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് നമ്മുടെ നെവിനെ ഇങ്ങോട്ട് വിളിക്കാം. നെവിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളായിരുന്നു നെവിൻ. അപ്പം നെവിനെ 2 വാക്ക് നമ്മുടെ അഴീക്കോടിലുള്ള എല്ലാവർക്കും. അല്ലേ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ചേച്ചി ഒന്നും വേണ്ടാണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ ഈ പരിപാടി കാണാൻ വേണ്ടി കൈയടിക്കാൻ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അതെന്തായാലും എനിക്ക് ഇഷ്ടമായില്ല. കാരണം എല്ലാവരും നമ്മുടെ നെവിനെ കാണാൻ വന്നു, പക്ഷെ ആരും നെവിനെ മൈൻഡ് ചെയ്യുന്നില്ലാത്തല്ലേ എനിക്ക് ഭയങ്കര സങ്കടം. അത് എനിക്ക് അറിയില്ല ലാലേട്ടാ, എന്തിനാണ് ഇവരൊക്കെ മൈദ്യ? കാരണം വേണ്ടി പാട്ട് പാടാം. കുക്കുരി കുക്കു കുറുക്കാൻ കക്കരി കക്കും കറുമ്പാൻ കണ്ടൊരു കാട്ടിലെത്തി, മുന്തിരി കണ്ടു കൊതിച്ച് നാക്കിൽ വെള്ളം കൊതിച്ച് കൊമ്പട്ട് നോക്കി നിന്നു. സാബുമാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, സാബുമാൻ. ലാലേട്ടാ എന്തൊക്കെയുണ്ട് ലാലേട്ടാ? സുഖമാണ് ലാലേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പ്രോട്ടീനൊക്കെ അടിച്ചുകൊണ്ട് പോയതാണ് ഈ നെവിന്. അവൻ മുടിഞ്ഞു പോട്ട്. എനിക്കത് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഞാൻ ഈ ഫൈനലിലൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷമായി. ഒന്നും ചെയ്യാതെ ഫൈനലിലെത്തിയ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കളിക്കട്ടെ, നന്നായിട്ട് കളിക്കാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്തൊരു സീസണിൽ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾ കണ്ടു അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ സന്തോഷിക്കാനായിട്ടുള്ള റീൽസ് ആയിരിക്കും ഇൻസ്റ്റാഗ്രാം കാണിക്കുക. ഇപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനത്തെ റീൽസ് ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ നമ്മൾ ഡയറ്റ് ആണെങ്കിൽ പോലും ഡയറ്റ് തകർക്കാൻ വേണ്ടി പല നല്ല അടിപൊളി ഫുഡിൻ്റെയൊക്കെ റീൽസ് ആയിരിക്കും കാണിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ ഇടാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ 3 പേരെ അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കണ്ടു നോക്കാം. മോട്ടിവേഷൻ എന്നൊരു ഫോട്ടോ ഞാൻ ബാക്കിൽ കൊടുക്കുകയാണ്. മോട്ടിവേഷൻ ഇവരെ അറിയോ? ആദ്യം കാണുന്ന ആരാ? ചേച്ചിക്ക് അറിയോ? കുറച്ച് പേർക്ക് അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചിത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇതാ,
സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് അഴീക്കോട് ബീച്ചിൻ്റെ അടുത്താണ് സുഹൃത്തുക്കളെ. എന്തൊരു സന്തോഷമാണ് സുഹൃത്തുക്കളെ ഇത്. നോക്ക്, എല്ലാവരും നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പ്രകൃതിയുടെ ഏറ്റവും മനോഹാരിതമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എന്നെ മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണും പിടിച്ച് നോക്കിയിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് അടുത്ത വോയിസിലേക്ക് കിടക്കാം. ഇത് അതായത് മനസ്സിലാവാത്തതുണ്ട്. പക്ഷേ ഈ നടുക്കിരിക്കുന്ന ആളെ എല്ലാവർക്കും അറിയോ? അറിയാം? അറിയില്ല? ഇല്ല. അപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് അനുകരിക്കുന്നില്ല. അന്ന് അനുകരിക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ട് 2 ഡയലോഗ് പറയാതെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ നാണയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വല്ല പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക് ചതിക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ളൊരു നാടാണിത്. അതുകൊണ്ട് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഷിനോദ് സവാരി. അമേരിക്കയിലാണ് ഞാൻ ജീവിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇത് നമ്മുടെ ഷിനോദ് സവാരി. പക്ഷെ അടുത്തിരിക്കുന്ന ആള് എല്ലാവർക്കും അറിയാല്ലേ? എല്ലാവർക്കും അറിയില്ലേ? ആരാണ് അദ്ദേഹം? നമ്മുടെ മുതുകാട് സാറാണ്. മുതുകാട് സാർ എന്ന് പറഞ്ഞാൽ നല്ല രസം അദ്ദേഹത്തിന് സംസാര ശൈലി. ഇങ്ങനെയൊക്കെ സംസാരിക്കാം. യെസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. അഴീക്കോട് മുസരീസ് ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു നിൽക്കാൻ കഴിയുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. മാത്രമല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കാൻ ശ്രമിക്കണം. മനസ്സിനെ എപ്പോഴും അസ്വസ്ഥമാക്കാതിരിക്കുന്നത്. ആരും പറഞ്ഞതുപോലെ നമുക്ക് ചിന്തകളിൽ നിന്ന് എഴുന്നേറ്റ് പോകാം, പക്ഷേ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല. എന്തായാലും ഞാനൊരു മാജിക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ വേലിക്കെട്ടുകൾ കൊണ്ട് എൻ്റെ മനസ്സിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ തടഞ്ഞു നിർത്തുന്ന നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പുതുമുഖ താരം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു താരം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നസ്രീൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ மூச்சு போடுச்சுனா எல்லாருக்கும் நன்றி வணக்கம்ண்ணா. நல்லா இருக்கேன். இங்கே இருக்கிறேன் எல்லாருக்கும் நன்றி வணக்கம். தேங்க்யூ, லவ் யூ, ഉമ്മ. താങ്ക് യു സോ മച്ച്. നമ്മുടെ വിജയ് സേതുപതിയാണ് വന്ന് സംസാരിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഇനി കുറച്ച് ചേട്ടന്മാരൊക്കെ ഞാൻ അനുകരിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇത് ആരെയാണ് അനുകരിക്കുന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പഴയ ശബ്ദം, തൃശ്ശൂർക്കാരുടെ സ്വന്തം ആളുടെ ശബ്ദം തന്നെയാണ് നമ്മുടെ ടി ജി രവിയുടെ ഫോട്ടോയും കൂടെ കൊടുക്കാം. ഇദ്ദേഹത്തെ അറിയോ? അറിയാലേ? സത്യം പറഞ്ഞ ആക്സിഡന്റിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് അനുകരിക്കുന്ന ശബ്ദം ഈ മനുഷ്യൻ്റെയാണ്. ഭയങ്കര പാടാണ് ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുന്നത്. ഇങ്ങനെയാണ്. കാറ് വാങ്ങിക്കാനുള്ള ആൾ ഇനിയും ജയിക്കാവത്രേ. ഇങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളടുത്ത് സമയം പറയാൻ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തുമ്പോൾ അവർ പറയും ഓൻ്റെ അവരുടെ കട്ടിയിൽ എന്നിട്ടും പോലെ ഉണ്ടാവില്ല. എന്നിട്ടും വെച്ച് കാറ്റും ഓൻ്റെ അയ്യോ ഷീ മൈ സൺ. ഈ അഴീക്കോട് ബീച്ച് ഒരുപാട് കാലം ഞാൻ നിന്നെ തേടി അലഞ്ഞു. പക്ഷേ പപ്പ എന്ന് നീ വിളിച്ചോടാ എന്റെ അരോഷി. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാൻ വേണ്ടി നമ്മുടെ ജാൻമണി വന്നിട്ടുണ്ട്. ജാൻമണിയും അറിയില്ല എല്ലാവർക്കും. ഓക്കെ, നമ്മുടെ ജാൻമണിയും വന്നുപോയി, നമ്മുടെ ടി ജി രവിയും വന്നുപോയി. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് മറ്റ് ആരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു താരമാണ്. ഈ താരം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കന്നഡ താരമാണ്. കന്നഡ താരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാന്താര സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? കാന്താര കണ്ട അവസാനം ആ കാറുന്ന സീനൊക്കെ കണ്ടാൽ പേടിച്ചു പോകും നമ്മൾ, അല്ലേ? ഒരു മിമിക്രിക്കാരൻ്റെ തൊണ്ട പൊട്ടി പറയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഐറ്റം നമുക്കൊന്ന് കണ്ടാലോ? എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഈ ഐറ്റം കഴിയുമ്പോൾ ഈ കയ്യടി അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിട്ട് തന്നെ പറയുന്നു. കാരണം
അത്രയ്ക്ക് ഞാനൊരു കോൺഫിഡൻ്റ് ആണ് ഈ ഐറ്റത്തിൽ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും വലിയ ഈ ജനക്കൂട്ടം മൊത്തം കൈയടിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് കാന്താര. പ്ലീസ്. ಈಗ ನೀವು ಕೊಡಕ್ಕೆ ಸಾಧ್ಯ ತೊಂದರೆ ಅದರ ತಿರುಗಿ ಮಲ್ಮೇಲೆ ಆಲ್ಸ್ ಮಾಡಿಸ್ಕೊಂಡು ಅದರ ನಿನ್ನ ತೀರ್ಮಾನ ಮೆಟ್ರಲ್ಲಿ ನಾನು ಮಾಡ್ತೇನೆ. ಜಾಗ ಊರು ಅದರ ತೀರ್ಮಾನ ಇವತ್ತಲ್ಲ, ಮುಂದೊಂದು ಕಾಲವನ್ನು ಒದಗಾಗ್ತದೆ. ಊರಿನವರಿಗೆ ಸರಿ. ಇದು ದೈವ ಮಾತಾಡಲ್ಲ, ದೈವ ನರ್ತನ ಮಾತಾಡ. താങ്ക് യു സോ മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു കാന്താര? നമ്മുടെ തുളു കാസർഗോഡ് എല്ലാവർക്കും അറിയാലോ. സപ്തസങ്കര ഭാഷ സംസാരിക്കുന്ന നമ്മുടെ നാടാണ്. തുളു ഭാഷ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. ഞാൻ എങ്ങനെയൊക്കെ എഴുതി പഠിച്ച് ചെയ്തതാണ്. എത്ര കറക്റ്റാണെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ കൈയടി കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ മിമിക്രിയിലൂടെയാണ് കുറേ പേരെ ഡബ് ചെയ്യാനും സിനിമയിൽ ഡബ് ചെയ്യാനൊക്കെ പറ്റിയത്. ഏകദേശം ഒരു 55-ന് മേളിൽ സിനിമ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റി കേട്ടോ. അത് വലിയൊരു അനുഗ്രഹമായി കാണുന്നു. ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത എന്ന് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ നമ്മുടെ ജെയിംസ് ക്യാമറോൺ സംവിധാനം ചെയ്തതാണ് അവതാർ പൈറാനാഷ് എന്ന സിനിമ റിലീസായിട്ടുണ്ട്. മലയാളത്തിൽ ഡബ് ചെയ്തിട്ടും റിലീസായിട്ടുണ്ട്. ആ മലയാളത്തിലെ നായകന് ജയ്സ് അലിക്ക് ഞാനാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ മലയാളം റിലീസ് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പോയി കാണുക. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത സെക്ഷൻ. നമസ്കാരം. നമ്മുടെ അഴീക്കോടുള്ള ഞാൻ സംസാരിക്കാൻ വന്നപ്പോൾ ഒരു ചേട്ടൻ എഴുന്നേറ്റ് പോണ കണ്ടില്ലേ? എന്നെ പൊന്നു ചേട്ട. ആ എടസോ അമ്മ, നീ ഇവിടെയാണ്? നീ എന്നാ പരിപാടി ഇവിടെ? ആ അടിപൊളി, സന്തോഷമുണ്ട്. എന്തായാലും എൻ്റെ പൊന്നു ചേട്ടൻ, നിങ്ങൾ എൻ്റെ ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സമയമാണ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അപ്പം ഇനി അധികം നേരം നിൽക്കുന്നില്ല. ഇനിയൊക്കെ നിങ്ങൾ ഇവിടെ നമ്മുടെ പിള്ളേരുടെ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുമ്പോണ്ടല്ല, ഞാനൊരു കിടിലൻ നൈറ്റായിട്ട് ഞാനായിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും നല്ല കൈഡി കാണുന്നു. നന്നായിട്ടൊന്ന് കൂവിക്കാം, എല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് കൂവിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അനുകരണ കലയിലെ താര രാജകുമാരനെ പോരാ, ഈ കൈയടി പോരാ പ്ലീസ്. നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ അഴീക്കോട് പുഴക്കൽ ബീച്ചിൻ്റെ ഹൃദയം നിറഞ്ഞ കൈയടി ഒരു പ്രാവശ്യം കൂടി കൊടുക്കും. ഇനിയും അടുത്ത സെക്ഷൻ പോലും സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന പ്രണയം. ആ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നേരത്തെ തുടങ്ങട്ടെ എന്ന് ആശിച്ചു പോകുന്നു. പകലുകൾ അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഏത് ജീവജാലത്തിനും മനസ്സിലാക്കുന്ന ഭാഷ ഏറ്റവും വലിയ പ്രാർത്ഥന. ഐ ലവ് യു അനാ ബഹബക് കിമിയോ ഐഷ്യത്തെ ഷിജിത്തെ എന്നായല്ലോ.
കൊച്ചിക്കാരി കെറ്റാൻ നിന്നെ തപ്പ പോലും കിട്ടൂല. പക്ഷെ ഇട്ടു നോക്കിയ പോലും കിറക്കന്മാർക്ക് കിട്ടൂല. മുതല നിങ്ങളുടെ കുളത്തിൽ നിനക്ക് പറയിൽ പിടിക്കാൻ പറ്റൂല. കൊച്ചിക്കാരി കെറ്റാൻ നിന്നെ തപ്പ പോലും കിട്ടൂല. പക്ഷെ ഇട്ടു നോക്കിയ പോലും കിറക്കന്മാർക്ക് കിട്ടൂല. മുതല നിങ്ങളുടെ കുളത്തിൽ നിനക്ക് പറയിൽ പിടിക്കാൻ പറ്റൂല. മറക്കല്ലേ മനുഷ്യ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ പുണ്ണല്ലേ, ഞാൻ കരണ മയിലല്ലേ, തരുന്ന മരം മരമല്ലേ, തളിരി മീനും കാര്യമല്ലേ, ഉയരിക്കോളം മരമല്ലേ, ഓരിക്കൂടമല്ലേ. ഇപ്പോൾ മലയാളികൾക്ക് മറ്റൊരു അഭിമാനമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഹനുമാൻ ഖാൻ അല്ലേ. അപ്പോൾ ഹനുമാൻ ഖാനിൻ്റെ പാട്ട് നോക്കിയിട്ട് നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ പ്ലീസ്? താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ 2 പാട്ടുകളൊക്കെ കേട്ടു. ഇനി നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോവാണ്. ഈ സിനിമയിൽ പല ഭാഷയിലുള്ള ആളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ലൈവായിട്ട് നിന്ന് ഡബ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ താരങ്ങളും വരും. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നിങ്ങളുടെ നിറഞ്ഞ കയ്യടികളും സപ്പോർട്ടുമാണ് എനിക്ക് ആവശ്യമുള്ളത്. ഞാനിങ്ങനെ തിരിഞ്ഞു നിന്ന് ഡബ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കേൾക്കണം നിങ്ങളുടെ കയ്യടികളൊക്കെ. ഓക്കെ പ്ലീസ് എല്ലാവരും ഒന്ന് കൗണ്ട് ഡൗൺ ചെയ്തേ. ഒരുമിച്ച് എല്ലാവരും. ചെന്നൈയായിട്ടുള്ള മാച്ചസിൽ 22 കണ്ടോ. നമ്മുടെ സഞ്ജീവ് ശർമ്മ ബോൾ ചെയ്യുന്നുണ്ട്, ജഡേജ സൈക്കിളുണ്ട്, ജഡേജ പ്രത്യേകിക്കുന്നു. എടാ കഴിവാറിന മോനെ, നീ നിന്റെ കൂടെയുള്ളവരോട് വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ വെച്ചേക്കില്ല, നിന്റെ കൂടെയുള്ള ഒരുത്തനെ ഞാൻ വെച്ചേക്കില്ല. നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും ഞാൻ പോക്കും. ഇത് ദേവിയാ പറയുന്നത്. കേട്ടോടാ. എടാ സുനി, എടാ സുനി, എടാ സുനി. സുനിനൊക്കെ തട്ടി പേടിച്ച ആരാടാ? ആരെന്റെ അപ്പുറത്തല്ല എന്തൊക്കെ പ്രശ്നമുണ്ട് നീ എന്നോട് ചോദിക്കടാ. ഞാനടാ ഓണം, ഞാനാണോ ജോൺ സെബാസ്റ്റ്യൻ. എന്ത് തോന്നിയാസാണ് നീ കാണിക്കുന്നത്? നിനക്ക് ബോധമില്ല. നിന്റെ പോലീസ് നിന്റെ അച്ഛനല്ല ഇക്കടക്ക് തൊണ്ടിയാ. ഞാൻ എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോ. നീ ആക്രിയോട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഏതൊരുത്തൻ ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടിൽ വന്നതും പിന്നെ ആ ചത്ത ഇടവന്റെ ആക്രി കാറിന്റെ അതുവരെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോസാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ ജോസാറിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ജോസാറിന് ഇനിയും കുറെ അറിയാനുണ്ട്.
ആവുന്നേ ഉള്ളൂ. നീ ഹോസ്പിറ്റലുണ്ടായ അത് നീ ആവശ്യം കാണിക്കണ്ട. നിന്റെ അപ്പനും ഉണ്ണാനും